വിളിക്കാതെ കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരണം. കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം അപ്രതീക്ഷിതമായി കേട്ട ഒരു മരണവാർത്തയായിരുന്നു കലാഭവൻ നവാസിൻ്റെ മരണം. ഇനിയും ഒരുപാട് റോളുകൾ ചെയ്യേണ്ട ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. നവാസിൻ്റെയും നിയാസിൻ്റെയും അച്ഛൻ അബൂബക്കർ, അദ്ദേഹത്തെ പറ്റി പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വാത്സല്യം എന്ന സിനിമയിൽ ഒരൊറ്റ സീൻ മതി. ഹോട്ടൽ മുറിയിൽ വീണ് കിടക്കുകയായിരുന്ന നവാസ് കുറച്ചെങ്കിലും മുൻപ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു എന്നാണ് പറയണ കേട്ടത്. ചില സെക്കൻഡുകളുടെയും ചില മിനിറ്റുകളുടെയും അഭാവത്തിലാണ് ചിലരുടെ മരണങ്ങളെല്ലാം സംഭവിക്കുന്നത്. ആ റൂമിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ റൂം നേരത്തെ തുറന്നെങ്കിലോ ഒരു നല്ല കലാകാരനെ നമുക്ക് സേവ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഈയിടെ നവാസും അദ്ദേഹത്തിൻ്റെ വൈഫും അഭിനയിച്ച ഇഴ എന്ന സിനിമയ്ക്ക് രണ്ടുപേർക്കും പല പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. തൻ്റെ അഭിനയത്തിൻ്റെ കഴിവുകൾ പുറത്തെടുക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡൊക്കെ ഇഴ എന്ന മൂവിക്ക് കിട്ടിയത്. നവാസിനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൊടകര കൊടകര എന്ന ഒരു കണ്ടക്ടറായി നിന്ന് ഡയലോഗ് പറയുന്ന ഒരു സീനാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. പിന്നെ നവാസിൻ്റെ പാട്ടിനുള്ള കഴിവ്, ഫീമെയിൽ സൗണ്ടിലും മെയിൽ സൗണ്ടിലും അദ്ദേഹം പാടുന്നത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പാടാറുള്ളത്. നല്ല ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും ഭാഗ്യം തുണയ്ക്കാതെ പോയ ഒരു കലാകാരനായിട്ടാണ് നവാസിനെ എനിക്ക് തോന്നുന്നത്. നവാസിനെ ഓർക്കുന്നു.